2 പഴം ഉണ്ടായിരുന്നു. അത് തൊലി കളഞ്ഞുകാണ്ട് ഇതുപോലെ കട്ട് ചെയ്തുകാണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് പഴം ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കലക്കിയ വെള്ളം ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഓരോരോ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല റെഡിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അങ്ങനെ റെഡിയായി.